ഹായ് ഗായ്സ്, കുറേ ദിവസമായി ഞാൻ മനീഷയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. പടച്ചോനെ, മനീഷയുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും വേറെ വിചാരിക്കണ്ട, നമ്മളുടെ കല്യാണ വീഡിയോസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ കുറേ വീഡിയോസ് പെൻഡിങ് ആണ്. നമ്മൾ സൽക്കാരം തൊട്ട് എൻഗേജ്മെൻറ്റ്, മൈലാഞ്ചി, മെഹന്തി, റിസപ്ഷൻ തൊട്ട് അടിപൊളി ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവാണല്ലോ നമ്മുടെ യൂട്യൂബിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പെൻഡിങ് ആക്കി വെച്ചു. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ചെറിയൊരു അസ്കതയുണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് നോക്കുമ്പം ഇത് ഞങ്ങൾ ആദ്യം അതായത് മെയ് 2025 തോന്നുന്നു. അപ്പോൾ പോയി ഞങ്ങൾ സൽക്കാരത്തിന് വേണ്ടി അവർ വീട് കാണാൻ പോവാം. അപ്പോൾ നമ്മുടെ പാലക്കാടുകാർക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഉറപ്പിക്കലാണെങ്കിലാണല്ലോ കൈ കഴുകുക എന്നുള്ളൊരു സമ്പ്രദായം. പക്ഷേ ഇത് നമ്മൾ വീട് കാണാൻ പോയപ്പം ഇത്രയും പേരുണ്ട്. ഞങ്ങൾ വീട് കാണാൻ പോയത് തന്നെ ഒരു ലോറി പിടിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വെറുതെ വിടണത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മര്യാദയ്ക്ക് അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. ഫുഡ് അറേഞ്ച് ചെയ്തപ്പോൾ പന്തലിട്ടു. ഇപ്പോൾ വീട്ടിനുള്ളിൽ ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പന്തലിട്ട് പുറത്ത് ഡൈനിങ്ങും ഇട്ട് അടിപൊളി സൽക്കാരം. ശരി, എന്തായാലും ഫുഡ് തന്നെയല്ലേ, നമുക്കും വെറുതെ കളയണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഇരുന്ന് കഴിച്ചു. അപ്പം ആ വീഡിയോ ആണ്. അപ്പം ഇത് ഉറപ്പിക്കും എന്നുള്ളൊരു ഇതുമില്ല. പക്ഷേ ഇപ്പോൾ കല്യാണവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതപ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞിരിക്കണം. ഇപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. വീട് കണ്ട മനീഷയും ഇല്ല, ഞങ്ങളെ കണ്ട ഷബീറും ഇല്ല. അങ്ങനെ ഇങ്ങനെ ഈ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ദിവസം വന്നെത്തി. 3 ദിവസത്തിലാണ് ഞങ്ങൾ എൻഗേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തത്. അപ്പം ഈ പാലക്കാടുകാർക്ക് ഈ പൂ കെട്ടി വെക്കൽ എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാം ഇവൻറ്റിൻ്റെ ഏൽപ്പിച്ച് ഒരു 3 ദിവസത്തിനുള്ളൊരു കൊച്ചു മണ്ഡപവും ബുക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഷബീറിനെ വെൽക്കം ചെയ്യിപ്പിക്കുന്നത്. ഒരു സ്റ്റെയറൊക്കെ ഉണ്ട്. അപ്പം ഇത് എങ്ങനെ നമ്മൾ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറേ ബൊക്കയിൽ കുറേ റോസ് പൂ അതെല്ലാം ഓരോ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവൻ അങ്ങോട്ട് ഓരോ സ്റ്റെപ്പിലുമായിട്ട് നിർത്തി അവനെ വെൽക്കം ചെയ്യിക്കലാണിപ്പോൾ. അവന് ശരിക്കും ഒരു നേതാജീനെ പോലെ എല്ലാം വാങ്ങിച്ച് മെല്ലെ കയറി വരുന്നുണ്ട്. ബാക്കിൽ കുറേ ഫ്രണ്ട്സുകളും അവരുടെയൊക്കെ കമൻസും വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനീഷയുടെ എൻഗേജ്മെൻറ്റ് വരുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾ മുൻപ് തന്നെ ഫെഹയുടെ ആഗ്രഹമായിരുന്നു, ചെക്കനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും, ഞങ്ങൾ പൂ കൊടുക്കും, ഞങ്ങൾ സ്റ്റേജിലോട്ട് കൊണ്ടുപോകും, എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ ഞങ്ങളിതൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാവരും അതങ്ങോട്ട് സാങ്ഷൻ ചെയ്തു. അത്തമാരും ഇക്കമാരും എല്ലാവരും. കുട്ടികൾ വല്ല ആഗ്രഹം പറഞ്ഞാൽ അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഹലോ മിസ്സസ് ബ്രൈഡ്, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ കാത്തിരുന്ന ബിരിയാണി. അതെ, ആണല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? ഞങ്ങൾ തമ്മിൽ ഒരു 3 മാസം മുൻപ് ഈ അലയൻസ് മാട്രിമോണിയിലൂടെ വന്നു. ഒരു 10 ദിവസം ലീവിൽ കാണാൻ വന്നതിൻ്റെ 3 ദിവസം ജസ്റ്റ് കാണാൻ വന്നു. അതിൻ്റെ 3-ാമത്തെ ദിവസം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ചമ്മലും പേടിയും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇത് എപ്പോൾ കൊടുക്കണം, എപ്പോൾ വാങ്ങിക്കണം, എങ്ങനെ സ്റ്റേജിൽ നിൽക്കണം, ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ചമ്മലും സന്തോഷമോ സങ്കടമോ എല്ലാം കലർന്ന ഒരു ഫീലിങ്സ്. ഇനി അടുത്തതായി ബ്രൈഡിനെ അവരെല്ലാവരും ചേർന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ ഇതെല്ലാവരും കണ്ടുവരുന്നുണ്ട് കുറേ ചോക്ലേറ്റ്സ് ഇതൊക്കെ കൊടുക്കുന്ന. പാലക്കാട് റാവുത്തേഴ്സിന് ഇങ്ങനെ ഇല്ല, ചോക്ലേറ്റ്സ് കുറേ നമ്മൾ കൊടുക്കില്ല. ഇപ്പോൾ എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് ഇവർക്ക് ഷബീർ പട്ടാമ്പി സൈഡ് ആയതുകൊണ്ട് ആക്ച്വലി അവിടെ ഈ രീതി ഉള്ളതാണ്.
സോ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കുറേ ചോക്ലേറ്റ്സ് തരുന്നതും ഫ്ലവേഴ്സ് തരുന്നതും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് തരുന്നതൊന്നും. പക്ഷേ വാങ്ങിക്കുമ്പോൾ ഒരു പുതിയ അനുഭവമായിരുന്നു. അതല്ലാതെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഞാനൊരു ബ്രൈഡായി നിൽക്കും, ഫ്ലവേഴ്സ് തരും, ഹാമ്പേഴ്സ് തരും, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തന്നാൽ പോലും ഹാപ്പിയാണ്. പക്ഷെ ഒരു കുറേ തന്നു. നമ്മൾ ലൈക്ക് അപ്പോൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ആ ടെൻഷനില്ല. ഇപ്പോൾ കാണുമ്പോൾ അടിപൊളിയാണല്ലോ. പിന്നെ ഈ തരുന്നത് എല്ലാവരാണ്. ഗ്രൂമിൻ്റെ കസിൻസ്, സിസ്റ്ററുടെ മോനാണ് ഇപ്പം എനിക്ക് തരുന്നത്. ഞാൻ വാങ്ങിക്കുന്നു, വയ്ക്കുന്നു. ഐ വാസ് സോ ഹാപ്പി. ഇപ്പം തരുന്ന ഈ ഒരു ടവർ ചോക്ലേറ്റിൻ്റെ മേലായിരുന്നു എല്ലാവർക്കും കണ്ണ്, ഇതിലുള്ള കുറേ ചോക്ലേറ്റ്സ്. ഇതിന് ശേഷമാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് തുടങ്ങണത്. ലൈക്ക് റിങ് ഇടുന്ന ചടങ്ങ്, മാലാവള, ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള ഇടുന്ന ചടങ്ങ്. പക്ഷെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ, മെയിനായിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. ചെറിയ വീഡിയോസൊക്കെ ഉണ്ട്. മെയിൻലി വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ യൂട്യൂബിൽ ഇടണം എന്നുള്ള ഓർമ്മയില്ല. 3 ഡേയ്സിലുള്ള കാര്യമായത് കൊണ്ടാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതേപോലെ തന്നെയാണ് കല്യാണത്തിൻ്റെയും. എടുക്കണം എന്ന് വിചാരിച്ചതല്ലാതെ ഒട്ടും വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വീഡിയോസിൻ്റെ മിസ്റ്റേക്കായിട്ട് നിങ്ങൾക്ക് കാണാം. ബട്ട് സ്റ്റിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ കാണണേ. ഇതിലെല്ലാം നല്ല രീതിക്ക് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ചെറിയ രീതിക്ക് കുറച്ച് ഡാൻസ്, പാട്ട്, എൻജോയ്മെൻറ്റ് അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതൊന്ന് വരും, മുല്ലപ്പൂ. ഞങ്ങളുടെ റാവുത്തർമാർക്ക് എൻഗേജ്മെൻറ്റ് വരുമ്പോൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവരും. അത് അടുത്ത ദിവസം രാവിലെ വരെയും വയ്പ്പിക്കും തലയിൽ. അതാണ് ഈ വാടിയ മുല്ലപ്പൂവിൻ്റെ കാരണം. അൽഹംദുലില്ലാ നല്ല രീതിക്ക് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം ചായ വെക്കൽ പരിപാടി. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഷബീർ തിരിച്ചു പോകാനും സമയമായി. ഇനി നീണ്ട 1 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കല്യാണം. അപ്പോൾ ഞാൻ, അത്ത, അമ്മ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു സെൻഡ് ഓഫ് ചെയ്യാൻ. ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. കല്യാണത്തിന് മുൻപ് പോയി ഒരു ബായ് പറിച്ചത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.